ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വന്തം ചിന്തകൾ തന്നെ നമ്മളൊരു കൂട്ടിലിട്ടതുപോലെ തോന്നാറില്ലേ? എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു തരം ഉത്കണ്ഠ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചിന്തകളെ തന്നെ ഒരു ടൂളാക്കി മാറ്റി, അതായത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഈ ഉത്കണ്ഠയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഉത്കണ്ഠ നമ്മളെ അങ്ങ് പിടികൂടുമ്പോൾ ശരിക്കും നമ്മുടെ തലച്ചോറിനും ശരീരത്തിനുമുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു യുദ്ധം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സമാധാനത്തിലേക്കുള്ളൊരു വഴി കണ്ടെത്താൻ കഴിയൂ. ശരി, നമുക്കതൊന്ന് വിശദമായി നോക്കാം. സത്യത്തിൽ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഒരു ലൂപ്പ് പോലെയാണ്, ഒരു സാംക്നത്ത് ക്രൂഗ്. ഭയത്തിൽ തുടങ്ങി കൂടുതൽ ഭയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവസാനം അവിടെ തന്നെ നിർത്തുന്ന ഒരു വല്ലാത്ത വലയം. നമ്മുടെ മനസ്സ് അറിയാതെ തന്നെ ഇതിൽ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന്റെ പ്രധാന കാരണം ഇതാണ്: നിങ്ങളുടെ മനസ്സ് ഒരു തെറ്റായ ഫയർ അലാറം പോലെയാണ് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവുമില്ലാത്തപ്പോഴും അത് നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരിക്കും. ഈ അലാറം കാരണം നിങ്ങളുടെ ശരീരം എപ്പോഴും ഒരു അപകടം നേരിടാൻ തയ്യാറായി നിൽക്കും. ഇത് നമ്മളെ ശാരീരികമായും മാനസികമായും വല്ലാതെ തളർത്തിക്കളയും. അപ്പോൾ ഈ തെറ്റായടിക്കുന്ന അലാറം നമുക്കെങ്ങനെ ഓഫ് ചെയ്യാം? ഇവിടെയാണ് മാനിഫെസ്റ്റേഷൻ ഒരു ശക്തമായ ഉപകരണമായി മാറുന്നത്. ഇത് നമ്മുടെ തലച്ചോറിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ് മാറ്റാൻ സഹായിക്കുന്ന ഒരു റീപ്രോഗ്രാമിംഗ് രീതിയാണ്. അതായത് ഭയത്തിൽ നിന്ന് സുരക്ഷിതത്വത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റാൻ സഹായിക്കുന്ന ഒന്ന്. ഇതിനു പിന്നിലെ ഐഡിയയ്ക്ക് പറയുന്ന പേരാണ് ലോ ഓഫ് അസംഷൻ. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എനിക്കിത് കിട്ടാൻ പോകുന്നില്ല എന്ന് ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമെല്ലാം ആ ഒരു പേടി കാണും. എന്നാൽ ഞാനിതിനെ യോഗ്യനാണ് എന്ന് വിശ്വസിച്ചാലോ, ആ ആത്മവിശ്വാസം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ തന്നെ മാറ്റാൻ തുടങ്ങും. അതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇവിടെയാണ് ശരിക്കുള്ള കളി മാറുന്നത്. അയ്യോ, എനിക്ക് വീണ്ടും പേടി തോന്നുമോ എന്ന ഭയത്തിന്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ സുരക്ഷിതനാണ് എന്ന ഉറച്ച ഒരു പ്രസ്താവനയിലേക്ക് നമ്മുടെ ചിന്തയെ മാറ്റുക. ഈ ഒരു ചെറിയ മാറ്റത്തിന് പോലും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ അത്ഭുതകരമായ ഒരു കഴിവുണ്ട്. പക്ഷേ ഒരു സംശയം തോന്നാം, അല്ലേ? വെറുതെ നമ്മുടെ ചിന്തകൾ മാറ്റിയതുകൊണ്ട് നമ്മുടെ ബ്രെയിനിൽ ശരിക്കും വല്ല മാറ്റവും വരുമോ? വെറുമൊരു പോസിറ്റീവ് ചിന്തയ്ക്ക് ഉത്കണ്ഠയുടെ ആഴത്തിലുള്ള വേരുകളെ എങ്ങനെയാണ് പിഴുതെറിയാൻ കഴിയുക? നമുക്ക് നോക്കാം. ഇതൊരു കാട്ടിലൂടെ പുതിയൊരു വഴി വെട്ടുന്ന പോലെയാണെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ സ്ഥിരമായി ഉത്കണ്ഠപ്പെടുമ്പോൾ നിങ്ങൾ ഭയത്തിന്റെ ആ പഴയ വഴിയിലൂടെയാണ് നടക്കുന്നത്. എന്നാൽ ശാന്തമായ സാഹചര്യങ്ങൾ സങ്കൽപ്പിക്കുമ്പോൾ നിങ്ങൾ പുതിയ സമാധാനത്തിന്റെ ഒരു വഴി വെട്ടുകയാണ്. സ്ഥിരമായി അതിലൂടെ നടന്നാൽ ആ പുതിയ വഴി കൂടുതൽ വ്യക്തവും എളുപ്പമുള്ളതുമായി മാറും. ഒരു പാനിക് ലൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ചെറിയ നെഗറ്റീവ് ചിന്ത, എന്തോ കുഴപ്പമുണ്ട് എന്നത്, പെട്ടെന്ന് ഞാൻ സുരക്ഷിതനല്ല എന്ന വലിയൊരു ഭയമായി മാറും. ആ നിമിഷം ശരീരം അപകടത്തിലാണെന്ന് കരുതുകയും പരിഭ്രാന്തിയുടെ കൊടുമുടിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. ഇതെല്ലാം ഒരു മിന്നൽ വേഗത്തിലായിരിക്കും സംഭവിക്കുക. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ കൊടുങ്കാട്ട് നമ്മളെ കീഴടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനെ തടയാൻ കഴിയും. ആ ശക്തി നമ്മുടെ കയ്യിലുണ്ട്. ആ ചിന്തകളുടെ തുടക്കത്തിൽ തന്നെ അതിനെ പിടിച്ചു നിർത്താനാകും. അപ്പോൾ ഈ ലൂപ്പങ്ങ് ബ്രേക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ചില സിമ്പിൾ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? നിങ്ങളുടെ മാനസിക ടൂൾ കിറ്റിലേക്ക് ചേർക്കാൻ കഴിയുന്ന കുറച്ച് എളുപ്പവഴികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ പരീക്ഷിച്ചു തുടങ്ങാൻ കഴിയുന്ന വളരെ ലളിതവും എന്നാൽ ശക്തവുമായ 3 രീതികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ടെക്നിക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപാണ്. അതിനൊരു കാരണമുണ്ട്. ആ സമയത്ത് നമ്മുടെ ബോധമനസ്സ് ഒന്ന് വിശ്രമിക്കുകയും ഉപബോധമനസ്സിന്റെ വാതിലുകൾ തുറന്നിരിക്കുകയും ചെയ്യും. ഇത് പുതിയ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിയാൻ സഹായിക്കും. ഇവിടെ പോയിന്റ് വെറുതെ ഒരു സിനിമ കാണുന്ന പോലെ സങ്കൽപ്പിക്കുക എന്നല്ല, അത് ശരിക്കും ഫീൽ ചെയ്യണം. ആ സമാധാനം നിങ്ങളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത്, നിങ്ങളുടെ ഹൃദയമിടിപ്പ് സാധാരണ ഗതിയിലാകുന്നത്, അത് ശരിക്കും അനുഭവിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ശരീരം അത് വിശ്വസിക്കുകയുള്ളൂ. അടുത്തതാണ് അഫർമേഷൻസ്. പക്ഷേ ഇത് വെറുതെ എന്തേലും വാക്കുകൾ ഒരു 100 തവണ പറയുന്ന പരിപാടിയല്ല. മറിച്ച് ഒരു ഉറ്റ സുഹൃത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്നതുപോലെ വളരെ സൗമ്യമായ ഒരു വിശ്വാസത്തോടെ സ്വയം സംസാരിക്കുന്നതിലാണ് ഇതിന്റെ ശക്തി. ഈ കാണുന്ന ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒന്നുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉത്കണ്ഠയുടെ ആദ്യത്തെ ഒരു സൂചന വരുമ്പോൾ തന്നെ ഒരു രക്ഷാകവചം പോലെ ഈ വാക്കുകൾ മനസ്സിൽ പറയുക. നമ്മുടെ അവസാനത്തെ ടെക്നീക്ക് ഒരു ടൈം മെഷീൻ പോലെയാണ്. പഴയ പേടിപ്പെടുത്തുന്ന ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി അതിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റി എഴുതാൻ ഇത് നമ്മളെ സഹായിക്കും. ആ ഓർമ്മകളുടെ വൈകാരികമായ ഭാരം കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഒരു മോശം ഓർമ്മയെ വീണ്ടും ഓർത്തെടുത്ത്
അതിൽ നിങ്ങൾ കൂളായിട്ട് പെരുമാറുന്നതായി സങ്കല്പിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിന് പുതിയൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അടുത്ത തവണ ഇങ്ങനെ സംഭവിച്ചാൽ എനിക്കിങ്ങനെയും പ്രതികരിക്കാൻ കഴിയും എന്ന് നിങ്ങൾ സ്വയം പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു നിമിഷം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ ടെക്നിക്കുകളൊക്കെ നല്ലതാണ്, പക്ഷേ ഒരു റിയാലിറ്റി ചെക്ക് അത്യാവശ്യമാണ്. ഇതൊരു മാന്ത്രിക വടിയല്ല, യാഥാർത്ഥ്യബോധത്തോടെ വേണം ഇതിനെ സമീപിക്കാൻ. ഇതിനെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ കണ്ടാൽ മതി. ചെറിയ മുറിവുകൾക്ക് ഇത് വളരെ സഹായകമാണ്. എന്നാൽ വലിയൊരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു ഡോക്ടറെ കാണണം. അതുപോലെയാണ് ഇതും. ഇതൊരു സഹായം മാത്രമാണ്, ചികിത്സയ്ക്ക് പകരമാവില്ല. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഇവയെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ്. നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനായുള്ള ഒരു വലിയ ടൂൾ കിറ്റിന്റെ ഭാഗമായി മാനിഫെസ്റ്റേഷനെ കാണുക. തെറാപ്പി, ശരിയായ വൈദ്യോപദേശം, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്നിവയ്ക്കൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ ശക്തി കൂടും. അപ്പോഴെന്താണ് നമ്മുടെ ഫൈനൽ ഗോൾ? ഉത്കണ്ഠയെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കുക എന്നതാണോ? അല്ല, അത് ഒരുപക്ഷെ സാധ്യവുമല്ല. മറിച്ച് കടലിലെ തിരമാലകളെപ്പോലെ അതിനെ കാണാൻ പഠിക്കുക എന്നതാണ്. തിരകളെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല, എന്നാൽ അതിൽ സർഫ് ചെയ്യാൻ പഠിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ഭയത്തിന്റെ വികാരങ്ങൾ ഉയർന്നു വരുമ്പോഴും അതിനടിയിൽ ഇളക്കം തട്ടാത്ത ഒരു സമാധാനത്തിന്റെ അടിത്തറ പണിയുക എന്നതാണ് പ്രധാനം. പുറത്തെന്തു കൊടുങ്കാറ്റാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു വിളക്ക് കെടാതെ സൂക്ഷിക്കുന്നത് പോലെ. അപ്പോൾ ഒന്നോർക്കുക, യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും പേടി തോന്നാതിരിക്കുന്നതല്ല, മറിച്ച് ആ ഭയം നമ്മളെ സന്ദർശിക്കാൻ വരുമ്പോഴും എന്തു വന്നാലും ഞാൻ സുരക്ഷിതനാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നതിലല്ലേ യഥാർത്ഥ ധൈര്യം കുടികൊള്ളുന്നത്.